സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നവഗ്രഹങ്ങളുടെ രാശിമാറ്റവും നക്ഷത്രമാറ്റവും മാത്രമല്ല, അവയുടെ അവസ്ഥകളിലുള്ള മാറ്റവും ആളുകളുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ്. ഗ്രഹങ്ങൾ ഉന്നത ഡിഗ്രിയിലും താഴ്ന്ന ഡിഗ്രിയിൽ ഭ്രമണം ചെയ്യാറുണ്ട്. ഗ്രഹങ്ങളുടെ സേനാപതി എന്ന് അറിയപ്പെടുന്ന ചൊവ്വ നിലവിൽ ഇടവൻ രാശിയിൽ സംക്രമണം നടത്തുന്നത് അവിടെ വച്ച് ചൊവ്വയും വ്യാഴവും തമ്മിലുള്ള സംയോഗമുണ്ടാകും. ജൂലൈ 30 ചൊവ്വ യുവ അവസ്ഥയിലേക്ക് പ്രവേശിക്കും. ആഗസ്റ്റ് 8 വരെ ഇതേ അവസ്ഥയിൽ തുടരും. ഈ മാറ്റം എല്ലാ രാശികളിലും പ്രഭാവം ഉണ്ടാക്കുമെങ്കിലും 3 രാശികളിൽ പ്രത്യേകിച്ച് ഈ മാറ്റത്തിൻ്റെ നേട്ടങ്ങൾ ദൃശ്യമാകും. ആ രാശികൾ ഏതെല്ലാമാണെന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം. ഒന്ന് മേടം രാശിയാണ്. ചൊവ്വ യുവ അവസ്ഥയിലേക്ക് സംക്രമണം നടത്തുന്ന മേടൻ രാശിയിൽ ജനിച്ചവർക്ക് വളരെയധികം ശുഭഫലങ്ങൾ നൽകുകയും അങ്ങനെ നൽകാനുള്ള കാരണം എന്തുകൊണ്ടെന്നാൽ ഈ രാശിയുടെ 2ാം ഭാവത്തിലാണ് ചൊവ്വ യുവ അവസ്ഥയിലേക്ക് സംക്രമിക്കുന്നത്. ഇതിൻ്റെ പ്രതിഫലനം എന്നോണം മേടൻ രാശിയിൽ ജനിച്ച ആളുകൾക്ക് അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാവുകയും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഉണ്ടാവുകയും കുടുംബത്തിൽ സുഖവും സന്തോഷവും പലർക്കും ഉണ്ടാവുകയും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും ബിസിനസ് അഭിവൃദ്ധിപ്പെടുകയും ലാഭം തേടി വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഭൗതിക സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുമെന്നതാണ് ഈ മാറ്റം കൊണ്ടുള്ള മറ്റൊരു നേട്ടം. സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യതയും വിനയവും ഉണ്ടാകും. ഇത് ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കുകയും സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയൊക്കെ ചെയ്യും. അടുത്തത് ഇടവമാണ്. ഇടവൻ രാശിയിൽ ജനിച്ച ആളുകൾക്കും ചൊവ്വ യുവ അവസ്ഥയിൽ എത്തുന്നത് നേട്ടമായി മാറും. ഇവരുടെ ലഗ്നഭാവത്തിലാണ് ചൊവ്വയുടെ ഈ മാറ്റം സംഭവിക്കുന്നത്. ഇക്കാരണത്താൽ ഈ സമയം വ്യക്തിത്വം കൂടുതൽ ആകർഷകമായി തീരുകയും പ്രതീക്ഷിക്കാത്ത സമ്പത്തും ധനവും വന്നു ചേരുകയും കഠിനാധ്വാനവും പരിശ്രമവും വിജയം കാണുകയും വാഹനമോ മറ്റെന്തെങ്കിലും പ്രോപ്പർട്ടിയോ വാങ്ങാൻ കഴിയുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. പൊതുവേ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ ഉതകുന്ന സമയമായിരിക്കും ഇത്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. സുഖജീവിതത്തിന് വേണ്ട സൗകര്യങ്ങൾ കൈവരികയും ചെയ്യും. അടുത്തത് കർക്കടകമാണ്. ചൊവ്വ യുവ അവസ്ഥയിൽ എത്തുന്നത് കർക്കടകം രാശിക്കാർക്കും നല്ല കാലമാണ് വരാൻ പോകുന്നത്. കാരണം ചൊവ്വയുടെ ഈ മാറ്റം സംഭവിക്കുമ്പോൾ ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം എന്നിവയുടെ സംയോഗമുണ്ടാവുകയും അതിലൂടെ ഗജകേസരി യോഗവും കേന്ദ്ര ത്രികോണ രാജയോഗവും രൂപപ്പെടുകയും അതുകൊണ്ട് കർക്കടകം രാശിക്കാർക്ക് ഈ മാറ്റത്തിലൂടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്യുകയും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും പണമുണ്ടാകുന്നതിന് പലവിധ വഴികൾ തെളിയുകയും ഒക്കെ ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ജോലിസ്ഥലം മാറ്റം, അതുപോലെ തന്നെ കുടുംബത്തിൽ പൊതുവെ സന്തോഷകരമായ സമയം വന്നു ചേരും. ആഗ്രഹങ്ങളെല്ലാം സാധ്യമാകാൻ പരിശ്രമിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടും. അപ്പോൾ ഇന്നത്തെ അധ്യായം വളരെ ജൂലൈ 30 ഒരു രാശിമാറ്റം ഉണ്ടാവുകയും ആ രാശിമാറ്റത്തിലൂടെ ആഗസ്റ്റോടെ നല്ല കാലം വരികയൊക്കെ ചെയ്യുന്ന രാശികളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.